അടിയന്തരാവസ്ഥയ്ക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്നുള്ള അവസ്ഥയ്ക്ക് 100 കൊല്ലം മുമ്പ് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു ഭരണഘടനാ വിരുദ്ധമായ അജണ്ട അതിൻ്റെ പുറകിൽ. അതിലുപരിയായിട്ട് ഒരു കേഡർ പാർട്ടിയുടെ, അതും വർഗീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കേഡറിസത്തിൻ്റെ പിൻബലം അടിയന്തരാവസ്ഥയ്ക്ക് ഇല്ലായിരുന്നു. ഇന്നതുണ്ട്. അതുകൊണ്ടാണ് ഇത് അടിയന്തരാവസ്ഥയെക്കാളും ശക്തമാകുന്നത്, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആകുന്നു. ഇന്ന് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അട്ടിമറിക്കാൻ കഴിയണമെന്നില്ല എന്ന് ചരിത്ര ഇതിനകം തന്നെ തെളിയിച്ചത് ഈ അജണ്ടയുടെ പ്രഭാവം കൊണ്ടാണ്. അത് ഭൂരിപക്ഷ വർഗീയതയിൽ അധിഷ്ഠിതമാണ്. അടിയന്തരാവസ്ഥ അങ്ങനെയൊന്നായിരുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങളെ വിഭജിക്കുന്ന, മതത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ഒക്കെ വിഭജിക്കുന്ന ഒരു അജണ്ട, അങ്ങനെ ഒരു വിഭജന അജണ്ട അടിയന്തരാവസ്ഥയിൽ പോലും ഇല്ലായിരുന്നു.